മലയാളം ഷോർട്ട് ആൻഡ് 50 വാക്ക് KGTE ലോവർ എക്സാമിനേഷൻ്റെ സ്പീഡാണ്. വിദ്യാഭ്യാസം ജന്മാവകാശം ആണെന്നും അത് നിർബന്ധിതവും സൗജന്യവും ആക്കണം എന്നുള്ള ഉദാത്ത ആദർശം വച്ച് പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇക്കാര്യത്തിൽ ചില ഭരണഘടനാ നിർദ്ദേശങ്ങൾ കൂടി നമുക്ക് ഉണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം വളരെ ന്യായമായ ഫീസ് നൽകി തുടർ പഠനം നടത്താനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട്. ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും സഹായധനം നൽകി വിവിധ മാനേജ്മെൻറ്റുകളാൽ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ൂടെയുമാണ് ഇത് സാധ്യമാകുന്നത്. സ്കൂൾ പഠനത്തിന് ശേഷം പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനായി തുനിഞ്ഞ് ഇറങ്ങുന്നവരാണ് ഭൂരിഭാഗം കുട്ടികളും. ഉയർന്ന തൊഴിൽ സാധ്യത ഉണ്ടെന്ന ധാരണയാണ് ഇതിന് കാരണം. ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകളിൽ തന്നെ മെഡിസിൻ, എഞ്ചിനീയറിംഗ് മേഖലകളിലാണ് കൂടുതൽ പേർ പ്രവേശനം തേടുന്നത്. എന്നാൽ നമ്മുടെ ഇന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇത്തരം സ്ഥാപനങ്ങളിൽ ആവശ്യമായ സീറ്റോ മറ്റ് സൗകര്യങ്ങളോ ഒരുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നിലവിലുള്ള സീറ്റുകൾ തന്നെ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നവർക്കേ അഡ്മിഷൻ സാധ്യമാകൂ. നിരവധി പേരുടെ വിദ്യാഭ്യാസ മോഹങ്ങൾ ഇങ്ങനെയാണ് പൊലിയുന്നത്. അഡ്മിഷൻ കിട്ടാതെ നിരാശ ആകുന്നവരിൽ മികച്ച സാമ്പത്തിക സ്ഥിതിയുള്ളവർ അന്യ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട് തുടങ്ങിയവയെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതി വിശേഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഉയർന്ന ഫീസ് നൽകി പഠിക്കാവുന്ന സ്വാശ്രയ സ്ഥാപനങ്ങളുടെ ആധിക്യമാണ് ഇതിന് പ്രേരണയായത്. തലവരി എന്ന നിലയിൽ ഉയർന്ന തുക ഈടാക്കുന്ന ഈ സ്ഥാപനങ്ങൾ ഫീസിൻ്റെ പേരിലും വിദ്യാർത്ഥികളെ പിഴിഞ്ഞിരുന്നു. ഇങ്ങനെ ധാരാളം പണം സംസ്ഥാന അതിർത്തി കടന്ന് പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥയെ കുറച്ചൊന്ന് അടക്കി നിർത്താനും ആ പണം നമ്മുടെ സംസ്ഥാനത്തിന് അകത്ത് തന്നെ ഉപയോഗപ്പെടാനും വേണ്ടി ആരംഭിച്ചവയാണ് കേരളത്തിലെ സ്വാശ്രയ സ്ഥാപനങ്ങൾ. കേരള സർക്കാർ സ്വാശ്രയ സ്ഥാപനങ്ങൾ തുടങ്ങാനായി അനുമതി കൊടുത്തത് വിവിധ വിദ്യാഭ്യാസ ഏജൻസികൾക്കും നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന സാമുദായിക സംഘടനകൾക്കും മറ്റും ആണ്. ഈ മാനേജ്മെൻറ്റുകൾ ഏറെ ഉത്സാഹത്തോടെ ആണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്. ഇത്തരം കോളേജുകൾ ആരംഭിക്കുമ്പോൾ ഗവൺമെൻറ് കണ്ട മറ്റൊരു ലക്ഷ്യം ഉണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ 50% സീറ്റുകൾ മെറിറ്റിന് അനുസരിച്ച് പ്രവേശനം തേടുന്നവർക്ക് ആയി നീക്കി വയ്ക്കുക
എന്നതായിരുന്നു അത്. അങ്ങനെ 2 സ്വാശ്രയ കോളേജ് സമം ഒരു സർക്കാർ കോളേജ് എന്നൊരു മുദ്രാവാക്യം തന്നെ നിലവിൽ വന്നു. ഗവൺമെൻറ് മുന്നോട്ട് വച്ച കരാറുകൾ അംഗീകരിച്ച് കൊണ്ട് ആരംഭിച്ച സ്വാശ്രയ കോളേജുകൾ പ്രവൃത്തി പദത്തിൽ എത്തിയപ്പോൾ വരം ലഭിച്ച ഭസ്മാസുരന്മാരെ പോലെ പെരുമാറാൻ തുടങ്ങി. കോടതി വിധിയുടെയും മറ്റും പേരിൽ ഒപ്പുവച്ച കരാറുകൾ പലതും കാറ്റിൽ പറത്തപ്പെട്ടു. 50% വരുന്ന മെറിറ്റ് സീറ്റിൽ പഠിക്കുന്നവരും പേയ്മെൻറ്റ് സീറ്റിന് നിർദ്ദേശിച്ച ഫീസ് കൊടുക്കണം എന്നായി അവരുടെ ആവശ്യം. മാത്രവുമല്ല, സ്വേച്ഛാധിപത്യം പരമായി അവർ നിയമങ്ങൾ ഉണ്ടാക്കുകയും സർക്കാരിനെ മറികടന്ന് കൊണ്ട് നഗ്നമായ ചൂഷണത്തിന് ഒരുങ്ങുകയും ചെയ്ത് തുടങ്ങി. സർക്കാരിനെ പോലും നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന സംഘങ്ങൾക്കാണ് ഇത്തരം സ്ഥാപനങ്ങൾ അനുവദിച്ച് കിട്ടിയത് എന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കി. സ്വാശ്രയ സ്ഥാപനങ്ങൾ വന്നതോടെ മുതലാളിത്തം ഒരു പുതിയ കച്ചവട സാധ്യത കൂടി കണ്ടെത്തി ഇരിക്കുകയാണ്. നികൃഷ്ടവും നിന്ദ്യവും എങ്കിലും ഏറെ പണം വാരാവുന്ന ഒന്നായി മാറിയിരിക്കുന്നു വിദ്യാഭ്യാസ കച്ചവടം. പണമുള്ളവർ മാത്രം പഠിച്ചാൽ മതി എന്ന് നിസ്സംഗം വിളിച്ചു പറയാം. അധികാരിവർഗവും അവർക്ക് മുമ്പിൽ നിഷ്പ്രഭരാകുമ്പോൾ ദരിദ്രന് വിദ്യാഭ്യാസം ഒരു കിട്ടാക്കനി തന്നെ. അതുകൊണ്ട് നല്ല മാർക്ക് മേടിച്ച് മുമ്പോട്ട് വരുന്ന ദരിദ്രന്മാരായ കുട്ടികളെയും അഡ്മിഷൻ കൊടുത്ത് പഠിപ്പിക്കേണ്ട ചുമതല ഗവൺമെൻറ്റിനും പ്രൈവറ്റ് സ്ഥാപനത്തിനും സ്വാശ്രയ കോളേജുകൾക്കും ഉണ്ട്.